ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ നടന്നിരിക്കുന്നു. ഗോവർദ്ധന് കൈമാറിയ സ്വർണം അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്വർണം കണ്ടെത്തിയ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഈ സ്വർണം കാണുവാനില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴൊക്കെ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്ത സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് നടത്തിയതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവിലോ മാത്രം ഒതുങ്ങുന്നവരല്ല എന്നുള്ള ഏറ്റവും വലിയ സത്യമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളടക്കം മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പൊതുസമൂഹം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് കൈമാറിയിട്ടുള്ള സ്വർണം ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുകയാണ്. ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്നാണ് ഈ അന്വേഷണ സംഘം ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സ്വർണം കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ സ്വർണ്ണക്കട്ടിളകൾ ഒരു സ്വർണ്ണക്കട്ടികളായിട്ട് തന്നെയാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അടക്കം ഇതോടൊപ്പം കണ്ടെത്തിയിട്ടുമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുവാനിരിക്കുന്നു. അതായത് ഈ സ്വർണ്ണ നാണയങ്ങളടക്കം കണ്ടെത്തിയിരിക്കുന്നത് പുളിമാത്ത വീട്ടിൽ നിന്നാണ്. അതായത് തിരുവനന്തപുരത്ത് കിളിമാനിനടുത്തുള്ള പുളിമാത്ത വീട്ടിൽ നിന്നാണ് സ്വർണ്ണ നാണയങ്ങൾ അടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 2 ലക്ഷത്തോളം രൂപയും അധികമായിട്ട് അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. അപ്പോൾ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് രണ്ടാഴ്ചയുടെ റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ വളരെ കൃത്യമായി കഴിഞ്ഞ ശനിയാഴ്ച സമർപ്പിക്കുകയുണ്ടായി. ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഹൈക്കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അത് നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം ഇതിനകത്ത് പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. മാത്രമല്ല 6 ആഴ്ചയ്ക്കകം ഈ ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ്, സ്വർണ്ണപ്പാളിയുമായി പറയുന്ന വിഷയത്തിൽ ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നിജസ്ഥിതി ഹൈക്കോടതിയെ അറിയിക്കേണ്ട ബാധ്യത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. ആ തെളിവെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ വളരെ നിർണായകമായിട്ടുള്ള ഈ തെളിവുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത സ്വർണം തന്നെ തിരികെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്വർണ്ണക്കൊള്ള കൃത്യമാണ് അല്ലെങ്കിൽ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ആർക്കും ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബംഗളൂരുവിൽ എത്തിച്ചാണ് അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് നടക്കുന്നതും. ഒപ്പം തന്നെ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് അത് കൃത്യമായിട്ട് അവിടെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൂടുതൽ അത് മാത്രമല്ല, ബെല്ലാരിയിലെ സ്വർണം വിറ്റ കട അല്ലെങ്കിൽ വിൽപ്പന നടത്തിയ സ്ഥലങ്ങൾ ഇവയെല്ലാം കൃത്യമായിട്ട് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയ ഹൈദരാബാദിലെ ഈ സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനമടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ അതിനോടൊപ്പം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിലൊക്കെ തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലടക്കം എല്ലായിടത്തും വളരെ കൃത്യം, ബംഗളൂരിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള തെളിവെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഈ മാസം 30-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് വളരെ കൃത്യമായിട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ ഇതിൻ്റെ നിജസ്ഥിതി അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണം ലഭിച്ചത് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൈമാറിയ സ്വർണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീകോവിൽ കട്ടിളപ്പാളികൾ സ്വർണം പൂശാൻ നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയിരുന്നു എന്നുള്ള മൊഴിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പ് അടക്കം ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതായത് SIT മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ മുരാരി ബാബു എന്ന് പറയപ്പെടുന്ന 2 വ്യക്തികളിലോ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലോ മാത്രം ഒതുങ്ങുന്നതായിട്ട് ഈ സ്വർണ്ണ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള അവസാനിക്കില്ല എന്നാണ്. ഇത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഏകദേശം 2019 നടക്കപ്പെട്ട ഈ സ്ഥിതി എന്ന് പറയപ്പെടുന്നത് 2019 സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ 2019 വില സ്വർണ്ണ വിലയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള തുക
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് ഈ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഗോവർദ്ധൻ ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 2019 എത്ര രൂപയാണ് വില സ്വർണ്ണത്തിലുണ്ടായിരുന്നത്, ആ വില അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയതാണോ, അതോ ഇതിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ കൈപ്പറ്റൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് ഇത് പങ്കിട്ട് നൽകിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതിനകത്ത് പങ്കുപറ്റിയവരാരൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി അറിയേണ്ട കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് എന്നതിനാൽ തന്നെ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുവാനും ഈ വിറ്റ സ്വർണം, ആ സ്വർണം കണ്ടെത്തേണ്ട അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 400 ഗ്രാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള സ്വർണം കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ അവയെല്ലാം എവിടെയാണ് വിറ്റത് എന്നും ആരുടെ കൈകളിലേക്കാണ് ഇവയെല്ലാം പോയത് എന്നും അതിനകത്തുനിന്ന് ലഭിച്ച കാശ് ആർക്കൊക്കെയാണ് വീതം വെച്ച് കൊടുത്തതെന്നും അതിനകത്ത് ഏതൊക്കെ ഉന്നതരുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് തെളിഞ്ഞു വരേണ്ടത്. ഇത് മാത്രമാണ് ഇനിയുള്ള 4 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കേണ്ട അന്വേഷണത്തിൽ അവർക്ക് വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ അന്വേഷണം കൂടി പൂർത്തിയാകുന്നതുകൂടി ഇതിനകത്തെ ഒരു നിജസ്ഥിതി വ്യക്തമാക്കാൻ കഴിയും. ശബരിമലയിൽ എന്താണ് സംഭവിച്ചത്, ശബരിമലയിലെ കൊള്ളയിൽ പങ്കെടുത്ത പ്രമുഖന്മാർ ആരൊക്കെയാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തൊണ്ടി മുതൽ കൃത്യമായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവ വിറ്റത് അല്ലെങ്കിൽ ഇവ ആർക്കാണ് നൽകിയത്, ഇതുമായിട്ട് ലഭിക്കുന്ന ലാഭവിഹിതം എങ്ങനെയാണ് ഇവർ പലതായിട്ട് പങ്കുവെച്ച് കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോറ്റി വിറ്റ ഈ സ്വർണം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ 5 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. 2019 2025 എത്തപ്പെടുമ്പോൾ നമ്മൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ കൂടിയും ഈ സുരക്ഷിതമായിട്ട് ഗോവർദ്ധൻ്റെ പക്കൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അത് വെച്ചിട്ടുള്ളത്, ഇത്രയും കാലവും ഇത് സൂക്ഷിച്ചു നിന്ന് എന്തുകൊണ്ടാണ്, അതോ അതിനുശേഷവും ഇതിനകത്ത് വീണ്ടും സ്വർണ്ണപ്പാളികളോ സ്വർണ്ണക്കട്ടകളോ വേറെ ഏതെങ്കിലും തരത്തിൽ മറച്ചു വിറ്റിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടി. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് 2019 കൊടുത്ത സ്വർണം വീണ്ടും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയും കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു എന്നുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞിട്ടും വളരെ സുരക്ഷിതമായിട്ട് ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയ സ്വർണം തന്നെയാണോ അതോ അതിനുശേഷം വീണ്ടും ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തുള്ളൊരു കാര്യം വെച്ചാൽ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്നത് ഒരു സ്വർണം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 1 ഗ്രാം തങ്കത്തിൽ സ്വർണം പൂശി കൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സ്വർണം പൂശേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെമ്പ് നിറയ്ക്കുന്ന സാധനത്തിൽ 1 ഗ്രാം അല്ലെങ്കിൽ 1/2 ഗ്രാം കൊണ്ട് സ്വർണം പൂശിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബെല്ലാരിയിൽ അദ്ദേഹം നടത്തപ്പെടുന്ന ഈ സ്വർണ്ണ പൂശൽ കേന്ദ്രമാണത്. സ്വർണ്ണക്കട അല്ലെങ്കിൽ ഗോൾഡ് കവറിംഗ് സെൻറ്റർ പോലത്തെ സ്ഥലമാണ്, ജ്വല്ലറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സംഭവം എന്ന് പറയപ്പെടുന്നത് ഈ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന ആൾ ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശി കൊടുക്കുന്നതാണ്. ഇതിനകത്തുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ഒരു സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്നും എടുത്ത് അത് ചെന്നൈയിലേക്ക് എത്താൻ എടുത്തത് 39 ദിവസമാണ്. അപ്പോൾ ഈ 39 ദിവസത്തിനകത്ത് എന്തൊക്കെ എവിടെയൊക്കെ ആരുടെയൊക്കെ കൈകളിൽ പോയി, ഈ 39 ദിവസം കൊണ്ട് പലരെയും കണ്ട് പ്രദർശിപ്പിച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 5 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും വെച്ച് കാണിക്ക വാങ്ങിച്ചുകൊണ്ട് ആ കാണിക്കയിൽ നിന്ന് ഒരു നല്ല തുക ഈ പറയുന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു കാണിക്കയായിട്ട് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അനുമാനിക്കുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 39 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ കട്ടളപ്പടികൾ എവിടെ കൊണ്ടുപോയി. അപ്പോൾ തിരുവാഭരണം പോലെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് ലഭിക്കുന്ന സാധനം എന്ന് പറയപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ, നടൻ ജയറാം അടക്കം ഇതിനെ വലിയ പരിപാവനമായിട്ടും പരിശുദ്ധമായിട്ടും കണ്ടുകൊണ്ട് തന്നെയാണ് അവർ എത്ര ലക്ഷത്തോളം രൂപ മുടക്കുവാനും തയ്യാറാണ്. അങ്ങനെയുള്ള എല്ലാ വിശ്വാസികളെയും പറ്റിച്ചുകൊണ്ട് എല്ലാവരെയും അവരുടെ കയ്യിൽ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് അവർക്ക് ദർശന സുഖം നൽകുന്ന തരത്തിലേക്ക് ഈ കട്ടളപ്പാളികൾ അവിടെ അവരവരുടെ വീടുകളിൽ കൊണ്ട് പ്രദർശനം നടത്തിയതിന് ശേഷമാണ് 39 ദിവസത്തിന് ശേഷം ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കും അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന പുള്ളിയുടെ അടുക്കലേക്ക് എത്തപ്പെടുമ്പോൾ അയാൾ ഈ സ്വർണ്ണപ്പാളികളിലല്ല ഈ ചെമ്പുപാളികളിലാണ് സ്വർണം പൂശുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഗോൾഡ് കവറിങ്, ഗോൾഡ് പ്ലേറ്റിംഗ് സംവിധാനമാണ് ഇദ്ദേഹം നടപ്പിലാക്കുന്നത്. ആ സ്വർണം പൂശലുകൾ നടത്തുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ 2019 കൊണ്ടുവന്ന ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയതിനു ശേഷം അതിനെ ചെമ്പുപാളികളാക്കി ആ ചെമ്പുപാളികളിൽ വെറുതെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശുന്ന ഒരു സംഭവം മാത്രമായിരിക്കണം ഈ ഗോവർദ്ധൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സ്വർണം പൂശിയ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സാധനം സ്വർണം പൂശിയാണ് നമ്മുടെ ശബരിമല ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ പടികൾ, കട്ടളപ്പടികൾ അല്ലെങ്കിൽ പാളികൾ, ദ്വാരപാല പാളികൾ എന്ന് പറയപ്പെടുന്നവയെല്ലാം ചെയ്തത് എന്നുള്ളത്
ഗൗരവകരമായ കാര്യമാണ്. മാത്രമല്ല വിശ്വാസികളെ എത്രത്തോളം സങ്കടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യവും വേറെ ഇല്ല എന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് തന്നെ ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന ആളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തി ഈ സ്വർണം അടിച്ചു മാറ്റിയതും വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ യഥാർത്ഥ ആളുകളിൽ ഇത് ആരാണ് കൊടുത്തുവിട്ടത്, ആരും അറിയാതെ അവിടെ നിന്ന് എന്തായാലും ഈ ദ്വാരപാല പാളികൾ ഊരിക്കൊണ്ടു പോകുവാനോ കട്ടളപ്പടികൾ ഊരിക്കൊണ്ടു പോകാനോ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് പിന്നിലെ യഥാർത്ഥ ആൾക്കാരിലേക്കാണ് ഇനിയുള്ള അന്വേഷണം നീളുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയായി. അതായത് സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി സ്വർണത്തിനെ അടിച്ചു മാറ്റിയതിനു ശേഷം അതിൽ ചെമ്പുപാളികളാക്കിയതിനു ശേഷം ആ ചെമ്പുപാളികളിൽ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ആ പദ്ധതി പ്രകാരമാണ് 2019 പാളികൾ ഇവിടെ കൊണ്ടുവരികയും വീണ്ടും 2024 5 വർഷം കഴിയുമ്പോഴത്തേനും വീണ്ടും അത് ആ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും അത് ചെമ്പ് വരുന്നു, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ നിറം മങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ നവീകരിക്കുന്നതിനുള്ള ശ്രമം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ പോകുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഇത് നേരെ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അവിടെ ചെന്ന് ഇത് സ്വർണം പൂശിയിട്ട് തിരികെ കൊണ്ടുവരിക. അതായത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശി തിരികെ കൊണ്ടുവരിക. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ നിന്നും രണ്ടാമതും ഇപ്പോൾ ഈ 2024-25 കാലഘട്ടത്തിൽ വീണ്ടും ഇതിനെ നവീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇതിൻ്റെ കളർ പോയി തുടങ്ങി, സ്വർണത്തിൻ്റെ പ്രഭയില്ലാതായി, സ്വർണ്ണശോഭയില്ലാത്ത കാരണം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്താണിത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഇതിനെ കൊണ്ട് സ്വർണ്ണം പൂശി. നമുക്കറിയാലോ ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സാധനങ്ങളുടെയൊക്കെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിരിക്കും എന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ സാധാരണ അതിൻ്റെ മങ്ങലുകളുണ്ടാവും. അപ്പോൾ സ്വർണം വളരെ തുലവും കുറച്ചുകൊണ്ട് 1 ഗ്രാമിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം. ആ 1 ഗ്രാമിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ സാധനം കൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ തീർത്തിരിക്കുന്നത്. അത് ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണനും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് 2019 പൂശിയ അതേ ആൾക്കാരുടെ കൈകളിലേക്ക് 2024-25 കാലഘട്ടത്തിൽ വീണ്ടും ഇതിനെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും വീണ്ടും ഈ സാധനം ഗോവർദ്ധനിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഏകദേശ ധാരണയായി കഴിഞ്ഞു. ഇതിനകത്ത് ഇനി ഇതൊക്കെ ആർക്കാണ് കൊടുത്തത്, ഇതിന് പിന്നിൽ ആർക്ക് കൊടുത്തു എന്നാൽ ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് അഴിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയത്, അതിന് പിന്നിൽ പ്രവർത്തിച്ച അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ, കമ്മീഷണർമാർ, ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മെമ്പർമാർ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ എന്ന് വേണ്ട ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന മന്ത്രി വരെ ഇതിന് പിന്നിൽ ഉത്തരവാദികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതിനകത്ത് ദേവസ്വം ബോർഡ് അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദേവസ്വം പ്രസിഡന്റിന് മെമ്പർമാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ചാരി മുന്നോട്ട് പോകുവാനും രക്ഷയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.